ഹോർമൂസ് കടലിടുക്കിൽ UAE ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ ക്രൂ അംഗം കൊല്ലപ്പെട്ടതിൽ ഇറാൻ ഡെപ്യൂട്ടി അംബാസഡറെ വിളിച്ചുവരുത്തി ഇന്ത്യ. ആക്രമണത്തിൽ 6 ഇന്ത്യക്കാരും 2 യുക്രൈൻ സ്വദേശികളും ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ടെഹ്റാനിൽ US നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജാവേദ് ഹൊസൈനിയെയും മറ്റ് ഇറാനി നയതന്ത്രജ്ഞരെയും ഇന്ത്യ വിളിച്ചുവരുത്തിയിട്ടുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സംഘർഷങ്ങൾ ഉടനടി ലഘൂകരിക്കുന്നതിനും ആവശ്യമായ ചർച്ചകളിൽ പരിഹാരമുണ്ടാകണമെന്ന് ആക്രമണത്തിനു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വാണിജ്യ കപ്പലുകൾക്കും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി മേഖലയിലെ അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും പ്രസ്താവനയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. UAE ടാങ്കറുകളായ മോംബാസ, അൽ ബഹിയാഹ് എന്നീ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒമാനി ജലപാതയിലൂടെ കടന്നുപോകുന്നതിനിടെ ഇറാനിയൻ ക്രൂസ് മിസൈലുകൾ ടാങ്കറുകളിൽ പതിക്കുകയായിരുന്നു. ഇറാന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്ന് UAE പ്രസ്താവനയിൽ ആരോപിച്ചു. അതേസമയം ഇറാനു നേരെ പുതിയ ആക്രമണത്തിന് തുടക്കമിട്ടത് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാനു നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷവും കടുക്കുകയാണ്. ഇറാൻ ഹോർമൂസിൽ 2 UAE ടാങ്കറുകളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് UAE സ്ഥിരീകരിച്ചു. UAE ടാങ്കറിന് നേരെയാണ് മിസൈൽ ആക്രമണമുണ്ടായത്. അതേസമയം ഹോർമൂസിൽ അമേരിക്ക വീണ്ടും നാവിക ഉപരോധം തുടങ്ങി. ഹോർമൂസ് ഇനി അമേരിക്ക കൈകാര്യം ചെയ്യുമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. തൊട്ടുപിന്നാലെ മറുപടിയുമായി ഇറാനും രംഗത്തെത്തി. ഹോർമൂസ് കൈകാര്യം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ചെങ്കടലിൽ ബാബ് അൽ മന്ദേബ് അടക്കുമെന്നും ഇറാൻ തിരിച്ചടിച്ചു. ഇന്ധന വിപണി തകരുമെന്നും മുന്നറിയിപ്പ് നൽകി. രാജ്യങ്ങൾ പട്ടിണി മുന്നിൽ കാണുമെന്നും ഇറാൻ വ്യക്തമാക്കി. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരും സൗദി അറേബ്യയും അമേരിക്കയും ഉൾപ്പെട്ട സംഘർഷം കൂടുതൽ വഷളാകുന്നതിന്റെ ഭാഗമായാണ് ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ് അടച്ചുപൂട്ടുമെന്ന പുതിയ ഭീഷണി പുറത്തുവന്നിരിക്കുന്നത്. US ഇസ്രയേൽ ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. തങ്ങൾക്ക് നേരെ സൗദി അറേബ്യ ആക്രമണം തുടർന്നാൽ ബാബ് അൽ മന്ദേബ് പാത അടയ്ക്കുമെന്നും ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $200 ഉയർന്നേക്കുമെന്നാണ് യമൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ധന വിപണി തകരുമെന്നും പല രാജ്യങ്ങളും പട്ടിണി മുന്നിൽ കാണേണ്ടി വരുമെന്നും ഇറാൻ ആവർത്തിച്ചു. ആഗോള എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 20% കടന്നുപോകുന്ന അതീവ പ്രാധാന്യമുള്ള തന്ത്രപ്രധാന പാതയാണിത്. ഈ ഭീഷണിയെ തുടർന്ന് സൗദി അറേബ്യ ഈ പാതയിലൂടെയുള്ള തങ്ങളുടെ എണ്ണ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുകയും അമേരിക്കയുടെ പിന്തുണയുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാത അടച്ചുപൂട്ടാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ ആഗോള എണ്ണ വിതരണത്തിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് വിപണി. അപകടകരമായ പാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്നതിനിടെ കപ്പലുകൾ മനഃപൂർവ്വം തങ്ങളുടെ നാവിഗേഷൻ സംവിധാനങ്ങൾ ഓഫാക്കുകയും ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ചെയ്തതായി ഇറാൻ അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള നിയമവിരുദ്ധമായ പാത ഉപയോഗിക്കാൻ വാണിജ്യ കപ്പലുകളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുകയാണെന്നും IRGC ആരോപിച്ചു. ശത്രുപക്ഷത്തുള്ള ആക്രമണകാരികളുമായി സഹകരിക്കുന്നത് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും തന്ത്രപ്രധാനമായ ഈ ജലപാത വീണ്ടും തുറക്കുന്നതിലുണ്ടാകുന്ന താമസവും വർദ്ധിപ്പിക്കുന്നതിനും ആഗോള ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ വഷളാകുന്നതിനും മാത്രമേ കാരണമാകൂ എന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായാണ് USഉം ഇറാനും പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഇറാനുമായി പുതിയ ആക്രമണത്തിന് തുടക്കമിട്ടതായി US സെൻട്രൽ കമാൻഡും അറിയിച്ചു. വീണ്ടും ഉപരോധം ഏർപ്പെടുത്തും. ഹോർമൂസ് നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.